ഓപ്പറേഷൻ നംഘോറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത നടൻ ദുൽഖർ സൽമാന്റെ വാഹനം വിട്ടു നൽകുന്നത് പരിഗണിക്കണം എന്ന കസ്റ്റംസിനോട് ഹൈക്കോടതി. ഇതിനായി ദുൽഖർ അപേക്ഷ നൽകണമെന്നും 20 വർഷത്തെ വാഹനത്തിന്റെ വിവരങ്ങൾ ഹാജരാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. അപേക്ഷ തള്ളിയാൽ കൃത്യമായ കാരണം ബോധിപ്പിക്കണമെന്ന് കസ്റ്റംസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിപിൻ സി വിജയൻ ഇപ്പോൾ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, എന്താണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശം? ഉന്മേഷ്, ദുൽഖർ സൽമാനെ സംബന്ധിച്ച് ഒരു താൽക്കാലിക ആശ്വാസം എന്ന് പറയാവുന്ന ഒരു വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഈ വിഷയവും ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ട് ദുൽഖർ സൽമാന്റെ ഡിഫൻഡർ വാഹനം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ പന്ത് വീണ്ടും കസ്റ്റംസിന്റെ അടുത്ത് തന്നെ ഹൈക്കോടതി നൽകിയിരിക്കുകയാണ്. അതിൽ ഒരു തീരുമാനം ഇനി കസ്റ്റംസിന് എടുക്കാം എന്നുള്ളതാണ്. ഒപ്പം തന്നെ 20 വർഷത്തെ രേഖകൾ ആ വാഹനത്തിൻ്റെത് കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വാഹനം വിട്ടുകൊടുക്കുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി അഥവാ അത് വിട്ടുകൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം കോടതിയെ ബോധിപ്പിക്കണം എന്നുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തിൽ ദുൽഖർ സൽമാന്റെ വാദങ്ങൾ പ്രധാനമായും ഈ വാഹനങ്ങൾ വാഹനം പിടിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. തന്റെ ഭാഗം യഥാർത്ഥത്തിൽ കേൾക്കാതെയാണ് കസ്റ്റംസ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഒപ്പം തന്നെ ഇത് മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത്. ഇതിന്റെ എല്ലാ രേഖകളും തന്റെ കയ്യിലുണ്ട് എന്നുള്ളതായിരുന്നു ദുൽഖർ സൽമാൻ പ്രധാനമായും വാദിച്ചത്. ഒപ്പം തന്നെ ഇത് ഹിമാചൽ പ്രദേശിൽ നിന്ന് വാങ്ങിയതല്ല എന്നതുൾപ്പെടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വാഹനം നൽകുകയാണ് എന്നുണ്ടെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാനും അത് മറ്റൊരു വാഹനമാക്കി മാറ്റാനൊക്കെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം കസ്റ്റഡിയിലെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെ വേണം എന്നുള്ളതായിരുന്നു കസ്റ്റംസ് വാദിച്ചത്. ഒപ്പം തന്നെ 150ഓളം വാഹനങ്ങൾ ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ പരിശോധനകൾ നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ദുൽഖർ സൽമാന്റെ വാഹനവും പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു വാദം ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് പറഞ്ഞു. ഇതിലാണിപ്പോൾ അനുഭാവപൂർവ്വം ഈ വിഷയം പരിഗണിക്കണം എന്നുള്ള ഒരു ആവശ്യം ഇപ്പോൾ കസ്റ്റംസിനോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഉന്മേഷ്, ശരി. വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.